ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് കുതിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എത്തുന്നത് ചൈന ഉറ്റുനോക്കുന്നുമുണ്ട്. ബംഗ്ലാദേശിൽ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ എന്ന സംശയം ചൈനയിൽ കാര്യമായി ഉണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. വർഷങ്ങളായി ഇന്ത്യയും ബംഗ്ലാദേശും ബഹുമുഖ ബന്ധം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ചരിത്രം, സംസ്കാരം, ഭൂമിശാസ്ത്രപരമായ സാമീപ്യം എന്നിവയാൽ അവ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മോദിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയിൽ നിന്ന് അഭിനന്ദന ടെലിഫോൺ കോൾ മോദിക്ക് ലഭിച്ചിരുന്നു. വികസിത് ഭാരത് 2047, സ്മാർട്ട് ബംഗ്ലാദേശ് 2041 എന്നിവയുടെ കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നാണ് ഇരു നേതാക്കളും പ്രതിജ്ഞയെടുത്തത്. ഇരു നേതാക്കളും തമ്മിലുള്ള ഊഷ്മളതയും വ്യക്തിബന്ധവും പ്രതിഫലിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച ആദ്യ വിദേശ നേതാക്കളിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഉൾപ്പെടുന്നുണ്ട് എന്നത് അടിവരയിട്ട് പറയണം. വികസിത് ഭാരത് 2047, സ്മാർട്ട് ബംഗ്ലാദേശ് 2041 എന്നിവയുടെ വീക്ഷണത്തിന് കീഴിൽ മികച്ച പ്രവർത്തനങ്ങളാണ് ഇരുവരും കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ ദശകത്തിൽ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ കൈവരിച്ച സുപ്രധാനമായ മെച്ചപ്പെടുത്തലുകൾ ഇരു നേതാക്കളും അംഗീകരിക്കുകയും സാമ്പത്തിക വികസന പങ്കാളിത്തം, ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ ലിങ്കേജുകൾ ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റി, ജനങ്ങളുമായുള്ള ബന്ധം എന്നിവ ഉൾപ്പെടുന്ന എല്ലാ ഡൊമൈനുകളിലുമുള്ള പരിവർത്തന ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതായിരിക്കുകയാണ് ചൈന. അത് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയെ നിരവധി ലോകരാജ്യങ്ങൾ അഭിനന്ദിക്കുന്നതിലും പുതിയ തലങ്ങളിലേക്കുള്ള സഹകരണം മെച്ചപ്പെടുന്നതും ചൈനയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യക്ഷത്തിൽ ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള ഗീർവാണങ്ങൾ നടത്തുന്നതല്ലാതെ അതിൽ കാര്യമായ ആത്മാർത്ഥത ചൈന പുലർത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കൂടാതെ മറ്റ് ആഗോള നേതാക്കളിൽ UK പ്രധാനമന്ത്രി ഋഷി സുനക്, അതേപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് കെ ജുഗ്നാഥ് എന്നിവരിൽ നിന്നും പ്രധാനമന്ത്രി മോദിക്ക് ടെലിഫോൺ കോളുകൾ ലഭിച്ചിരുന്നു. UK പ്രധാനമന്ത്രി ഋഷി സുനക്കുമായുള്ള സംഭാഷണത്തിനിടെ പ്രധാനമന്ത്രി സുനക്കിന്റെ ഊഷ്മളമായ ആശംസകൾക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു. വിവിധ മേഖലകളിൽ ഇന്ത്യ UK സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തുടർന്നും പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിച്ചപ്പോൾ എല്ലാ മേഖലകളിലും ഇന്ത്യ റഷ്യ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരാനും ഇരു നേതാക്കളും സമ്മതിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് പുടിനും നരേന്ദ്രമോദി ആശംസ അറിയിച്ചിട്ടുണ്ട്. അതായത് ബ്രിക്സിന്റെ ചെയർമാൻ സ്ഥാനത്തിനായുള്ളത്. കൂടുതൽ ബന്ധം തുടരാനാണ് ഇരുവരും സമ്മതിച്ചിട്ടുള്ളത്. നേപ്പാൾ പ്രധാനമന്ത്രി പ്രചണ്ഡ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. മോദിയുമായുള്ള നേതൃത്വത്തിൽ ഇന്ത്യ നേപ്പാൾ ബന്ധം കൂടുതൽ ദൃഢമായി തുടരുമെന്നാണ് അദ്ദേഹം തന്റെ പ്രതീക്ഷ പങ്കുവച്ചത്. പ്രചണ്ഡയുടെ ആശംസകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരികെ നന്ദി പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം അദ്ദേഹം സ്നേഹപൂർവ്വം അനുസ്മരിച്ചതും എടുത്തു പറയണം. നേപ്പാൾ ഇന്ത്യയുമായി ആഴത്തിൽ വേരൂന്നിയ സാംസ്കാരികവും നാഗരികവുമായ ബന്ധങ്ങൾ പങ്കിടുകയും ഇന്ത്യയുടെ അയൽപ്പക്കത്തിന് ആദ്യം നയത്തിൽ ഒരു പ്രത്യേക പങ്കാളിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. മൗറീഷ്യൻ പ്രധാനമന്ത്രി ജുഗ്നൌത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ വിജയത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വിജയം പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വോട്ടർമാർ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ തെളിവാണെന്നാണ്. ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള പ്രത്യേക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാ മേഖലകളിലെയും ദീർഘകാല ഉഭയകക്ഷി സഹകരണം ആഴത്തിലാക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ആശംസാ പ്രവാഹമാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ, അതേപോലെ തന്നെ ഭൂട്ടാൻ, ചൈന, ജപ്പാൻ, കെനിയ, ലിത്വാനിയ, ലാത്വിയ തുടങ്ങിയ നിരവധി രാജ്യ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. അതിനെല്ലാം പ്രധാനമന്ത്രി തിരികെ മറുപടിയും നൽകിയിട്ടുണ്ട്. തന്റെ സുഹൃത്തായ US പ്രസിഡന്റ് ജോ ബൈഡനിൽ നിന്ന് സന്ദേശം, അതായത് അഭിനന്ദനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി എക്സിലെ പോസ്റ്റിൽ കുറിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വിലമതിപ്പിനും താൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു, വില കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതും അടിവരയിടേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ആശംസകൾക്കിടയിൽ ഇന്ത്യ സന്തോഷിക്കുമ്പോഴും കഴുകൻ കണ്ണുകളുമായി ചൈന പിന്നാലെയുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ചൈനയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.